ഭരണഘടനാ വിരുദ്ധമായും അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായും ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ വീണ്ടും ഒരു അന്വേഷണം തുടങ്ങാൻ ശ്രമിക്കരുത്. ഡോക്ടർ ജയതിലകനും ഗോപാലകൃഷ്ണനും മാതൃഭൂമിക്കുമെതിരെ ക്രിമിനൽ ഗൂഢാലോചനയും വ്യാജരേഖ സൃഷ്ടിക്കലും സർക്കാർ രേഖയിൽ കൃത്രിമം കാണിക്കലും ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് കേസെടുക്കണം. അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ. ചട്ടങ്ങളും നിയമങ്ങളും സർക്കാരിന് ബാധകമാണ്. അതിന് വിപരീതമായി പ്രവർത്തിച്ചിട്ട് എന്നാ താൻ പോയി കേസുകൂടെന്ന് പറയുന്നത് നീതിയുക്തമായ ഭരണ സംവിധാനത്തിന് ഭൂഷണമല്ല. ഇതുവരെ സർക്കാരിനെതിരെ ഒരു കേസും കൊടുത്തിട്ടില്ല. അതിന് സാഹചര്യം ഒരുക്കരുതെന്നും പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകി. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന് മുന്നിലാണ് പ്രശാന്ത് കഴിഞ്ഞ ദിവസം ഹാജരായത്. ചീഫ് സെക്രട്ടറിയുടെ ചേംബറിൽ തന്നെയായിരുന്നു ഹിയറിംഗ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശപ്രകാരമാണ് പ്രശാന്തിനോട് നേരിട്ട് വിശദീകരണം തേടാൻ ചീഫ് സെക്രട്ടറി തീരുമാനിച്ചത്. ഹിയറിംഗ് ലൈവായി നടത്തണമെന്ന് പ്രശാന്ത് ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും അത് ചീഫ് സെക്രട്ടറി അംഗീകരിച്ചിരുന്നില്ല. അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകനെതിരെ സമൂഹമാധ്യമത്തിലൂടെ നിരന്തരം വിമർശനം നടത്തിയതിനാണ് കൃഷിവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന എൻ പ്രശാന്തിനെതിരെ നടപടിയെടുത്തത്. കഴിഞ്ഞ നവംബറിലായിരുന്നു സസ്പെൻഷൻ നടപടിയെടുത്തത്. പ്രശാന്തിനെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്നും ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചിരുന്നു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.